ചോദിക്കാനുള്ളത് സുന്നി പണ്ഡിതനായ ഫാറൂഖ് നഈമി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, സമീപകാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് പോയി സലാം പറയുകയും അതിന് പ്രവാചകൻ സലാം അടക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ആ മഹാൻ പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞപ്പോൾ പ്രവാചകൻ അതിന് മടക്കിയില്ല. അപ്പൊ ഈ വ്യക്തി പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ എന്തുകൊണ്ടാണ് സലാം മടക്കാത്തത് എന്ന് ചോദിച്ച ആ മഹാന്റെ ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി, നീ ടിവിയിലുള്ള അന്യ പെണ്ണിനെ കണ്ടില്ലേടാ എന്നായിരുന്നു ചോദിച്ച മറുപടി. അപ്പോൾ ആ മഹാൻ വീണ്ടും പറയുകയാണ്, പ്രവാചകനെ ഞാൻ വാർത്ത കേട്ടപ്പോൾ അറിയാതെ കണ്ടുപോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇനി ആവർത്തിക്കില്ലെങ്കിൽ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി എന്ന് ഫാറൂഖ് നഈമി പറഞ്ഞ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തെളിവാണ് ഉദ്ധരിക്കാനുള്ളത്? അസ്സലാമു അലൈക്കും. ഓക്കെ, നല്ല ചോദ്യമാണ്. ഫാറൂഖ് നഈമി പ്രസംഗിച്ച ആ ഭാഗം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, നിങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞ കളവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നതിന് ഒരു തകരാറും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് പ്രാമാണികമായി ഒരു തകരാറും ഇല്ല. ഞാൻ കേട്ടില്ല. പറഞ്ഞു തുടങ്ങട്ടെ, നിങ്ങൾ പറയല്ലേ. ആദ്യം വിഷയം പറഞ്ഞിട്ടല്ലേ തെളിവ്. ആദ്യം മധുരൂര് പറഞ്ഞ ദലീലൊക്കെ ഇങ്ങനെ പറയാൻ പോവല്ലേ. തെളിവെന്താണ് എന്നാ മുജാഹിദ് ചോദിക്കുന്നത്. ഞാൻ പറയാ, അതായത് ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ പോയി പറയുമ്പോൾ റസൂല് മറുപടി പറയുന്നു, നമ്മളത് കേൾക്കുന്നു, തിരിച്ചു വീണ്ടും പറയുന്നു. ഇങ്ങനെയൊക്കെ പറയാമോ? റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുമോ, അങ്ങോട്ട് പറയുന്നത് കേൾക്കുമോ? റസൂൽ അതിന് പ്രത്യുത്തരം നൽകുന്നത് അറിയുമോ, ഉണ്ടാകുമോ? അതിനെന്താണ് തെളിവ്? തെളിവ് ഞാൻ പറയണ്ട. മുജാഹിദുകളുടെ ആചാര്യൻ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമാണ് ഞാൻ പറയുന്നത്. ആരാ ഇബ്നു തൈമിയ്യ? നിങ്ങൾ മറക്കരുത്. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലക്കുള്ള ആളാണ്. ഞാൻ പറയല്ല, സക്കരിയ സലാഹി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലയിലുള്ള ആളാണില്ല. വിചിന്തനം പറഞ്ഞത് നിങ്ങൾ മറക്കും വേണ്ട. വിചിന്തനത്തിൽ പറഞ്ഞത് എന്താണ്? വിചിന്തനം പറഞ്ഞത് ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരിയല്ല എന്ന് പറയുന്നതിന് സമാനമാണ്. അപ്പൊ ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞാലും ഖുർആന്റെ അത്ര കിടപിടിക്കുന്ന സംഗതിയാ, ചില്ലറ വിഷയമൊന്നുമല്ല. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. അങ്ങേ തല മുതൽ ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന കെ എം മൗലവി മുതൽ കെ പി മുഹമ്മദ് അലി, ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ, അങ്ങേ തല മുതൽ. അതാരാ? ഇബ്നു തൈമിയ്യ. നിങ്ങൾ നോക്കണം, സലഫി പ്രസ്ഥാനം എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അങ്ങേ തല എന്ന ഇബ്നു തൈമിയ്യ എന്ന അങ്ങേ തല ജീവിച്ചതെന്നറിയോ? 728 ഈ അങ്ങേ തലയുടെ ആള് ജീവിച്ചു മരിച്ചു വരെ. എത്ര? 728. അതായത് റസൂൽ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു 3 നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആ ഇബ്നു തൈമിയ്യ. ഇതാണിപ്പോ മുജാഹിദിന്റെ അങ്ങേ തല. തലന്റെ കോല അത്, പിന്നെ വാലിന്റെ കോലം പറയേണ്ടതുണ്ടാവുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്ന് ഹിജ്റ 728 ഇയാൾ അന്തരിക്കുന്നത്. ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യാണ് ഇവരുടെ അങ്ങേ തല. ആ അങ്ങേ തല പറയുന്നത് കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. എന്താ അദ്ദേഹം വിശദീകരിച്ചു പറയുന്നു? മറ്റൊരു കാര്യങ്ങൾ വിശദീകരിച്ചു പറയാ. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം എന്താ? മിൻ അന്ന ഖൗമൻ, ഒരു വിഭാഗം ആളുകൾ, ഒരാൾ ഒറ്റക്കല്ല, ഒരുപാട് ആളുകൾ, സമിഉ, അവരൊക്കെ കേട്ടു, റദ്ദസ്സലാമി, സലാം മടക്കുന്നത് കേട്ടു, മിൻ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലിന്റെ ഖബറിനോട് അങ്ങോട്ട് സലാം പറഞ്ഞപ്പോ റസൂൽ ഇങ്ങോട്ട് മറുപടി പറഞ്ഞത് അവർ കേൾക്കുകയുണ്ടായി. ഒരാളല്ല, ഒരുപാട് ആളുകൾ. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ്യ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഔ ഖുബൂരി ഗൈരിഹി മിന സ്വാലിഹീൻ, അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റു സ്വാലിഹീങ്ങളായ ആളുകൾ, റസൂലുള്ളാഹി തങ്ങളല്ലാത്ത സ്വാലിഹുകളായ ആളുകളുടെ ഖബറിനോട് ഖബറിൽ ചെന്ന് സലാം പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ സ്വാലിഹീങ്ങൾ ഇങ്ങോട്ട് മറുപടി പറഞ്ഞത് പോയ ആളുകൾ കേട്ട ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, വഅന്ന സഈദ് ബിനുൽ മുസയ്യബ്, സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആരാണ്? താബിഈകളുടെ നേതാവാണ്, വയോവൃദ്ധരായ വലിയ നേതാവായിരുന്നു. കാന യസ്മഉൽ അദാനഹ, അദ്ദേഹം ബാങ്ക് കേൾക്കാറുണ്ട്. മിനൽ ഖബരി, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ട്. എപ്പോ? എന്ന് ലയാലിയൽ ഹർറ, മദീനയിൽ ഹർറത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മദീനത്തെ പള്ളിയിൽ
പള്ളിയിൽ ആരുമില്ല. ആ മദീനത്തെ പള്ളിയിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. ബാങ്ക് കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. ആ സന്ദർഭത്തിൽ ആരംഭ റസൂലിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കാന യസ്മഉൽ അദാന, പുറത്തുള്ള സഈദ് ഇബ്നുൽ മുസയ്യിബ് ബാങ്ക് കേട്ടിരുന്നു. പറയുന്നതാരാ? ഫാറൂഖ് നഈമിയല്ല, മുജാഹിദുകളുടെ ഇച്ഛാച്ച ആശയ സ്രോതസ് ഇബ്നു തൈമിയയാണ് പറയുന്നത്. മുജാഹിദുകൾക്ക് എന്ത് പറയാനുണ്ട്? ഇതൊന്നല്ല, ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹം തന്നെ ഒരു വിശദീകരിച്ച് പറയുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവിക്കും. അല്ലാന്റെ റസൂലിനായിക്കോളുന്നില്ല, റസൂലിനേക്കാളും താഴെയുള്ള ആളുകൾ, മഹാലിബാക്കൾ, ഔലിയാക്കൾ, അവരുടെ ഖബറിൽ നിന്നും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, ഇതുപോലുള്ള സംഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം കസീറൻ, ഒരുപാട് സംഭവങ്ങൾ എനിക്കു തന്നെ അറിയാം. പറയുന്നതാരാ? മുജാഹിദുകളുടെ നേതാവ് ഇബ്നു തൈമിയ്യ. ആശയ സ്രോതസ്സാണെന്ന് മാത്രമല്ല, സലഫി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലയാണെന്ന് പറഞ്ഞ ആ ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. ഫാറൂഖ് നഈമിയല്ല, ഞങ്ങൾ ഏതെങ്കിലും സഖാഫിമാരല്ല, ഞങ്ങൾ സമസ്തയുടെ പണ്ഡിതരല്ല. മുജാഹിദുകളുടെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തി വെക്കുന്നു. നിഷേധിക്കാൻ കഴിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രാചീന മുജാഹിദുകളെങ്കിലും പഠിക്കണം. പ്രാചീന മുജാഹിദുകൾ പഠിപ്പിച്ചതെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം. അതൊക്കെ കൈയൊഴിഞ്ഞ് ഇന്നത്തെ വിവരമില്ലാത്ത മൗലവിമാർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങൾ, അവരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുഷിച്ച ദ്രവിച്ച ആശയങ്ങൾ, അത് ഇസ്ലാമായി കൊണ്ടു നടക്കുന്ന സാധുജനങ്ങളെ ആ മൗലവിമാരുടെ മുഖത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾ കേരളത്തിൽ നടത്തുന്ന 500 ആദർശ സമ്മേളനങ്ങളിൽ കേരള ജനതയുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്റെ പേര് മുജീബ് എന്നാണ്. എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് സ്വഹാബിവര്യന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ട് പോയ സ്വഹാബിവര്യന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ ഉറൂസ്, ആണ്ട് നേർച്ച, കൊടികുത്തു നേർച്ച എന്നിവ നടത്തുകയും ചെയ്ത ഹദീസ് പറയാം, ഗുരുത്തലവറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കിട്ടേണ്ടതൊക്കെ കിട്ടി, മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ് കുറച്ച് അച്ചടക്കവും അനുസരണയുമുള്ള മുജാഹിദ് ടീമാണെന്ന് തോന്നുന്നു. മറുപടി കേൾക്കുന്നതിൽ അവർ സംതൃപ്തരാണ്. വിമർശനങ്ങൾക്ക് സൗകര്യം കൊടുക്കുന്നതിൽ അവർ സംതൃപ്തരാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ മറുപടി സത്യസന്ധമാണെങ്കിൽ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തുടരേണ്ടതുണ്ടോ, അതല്ല സുന്നി പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരേണ്ടതുണ്ടോ? നിങ്ങൾ സ്വതസിദ്ധമായി ചിന്തിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ആത്മീയമായി അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എന്തായിരിക്കുമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തിരിയും. നിങ്ങളെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ മറുപടി പൂർണ്ണമല്ലെങ്കിൽ ഇനിയും വെളുപ്പാങ്കാലം വരെ നിങ്ങൾക്ക് ചോദിക്കാം. ആധികാരികമായ ചോദ്യം, ബുദ്ധിപരവും തെളിവുപരവും പ്രമാണപരവുമായ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഇരിക്കട്ടെ, ഇബ്രാഹിം ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ, സഹാബത്തിന് ഖബർ കെട്ടിപ്പൊട്ടിയിട്ടുണ്ടോ, ഉറുസുണ്ടോ, ആണ്ട് നിറച്ചുണ്ടോ എന്നൊക്കെയാണ്. എല്ലാം വ്യക്തമായ തെളിവുകൾ കൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിരത്തി നിവർത്തിയ വിഷയങ്ങളാണ് നിങ്ങൾ ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങളുടെ മൗലവിമാർ ഏത് കിതാബോധിയാണ് പാണ്ഡിത്യം കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം എല്ലാ കിതാബിലും ആവർത്തിച്ച് പറയുന്ന വിഷയങ്ങളാണ് ഈ വിഷയം. എന്നിട്ട് പോലും നിങ്ങളത് പിന്നെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങളുടെ മൗലവിമാർ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നില്ല? ഇതെന്തുകൊണ്ട് അവർ മറച്ചു വെക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ചോദിച്ചത് സഹാബത്തിന്റെയോ മറ്റോ ഖബറുകൾ കെട്ടിപ്പൊക്കിയതുണ്ടോ എന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ കാണാൻ കഴിയും, നഹ്നു ശുബ്ബാൻ ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഇന്ന അസദ്ദനാ വസ്ബതൻ അല്ലദീ യസിബു ഖബർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാരാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കായിക ബലത്തെക്കുറിച്ചും ഞങ്ങളുടെ ആവേശത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയിൽ കുതിച്ച് ചാടാൻ പ്രാപ്തരായ ആരാ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് ബഹുമാനപ്പെട്ട അന്ന് ഉയർച്ചയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്.
ആ ഖബറിന്റെ അത്രയും പൊക്കത്തിൽ ചാടാൻ കഴിയുന്ന ആള് എന്നാണ് ഞങ്ങൾ ചാട്ടത്തിന് നല്ല കുതിപ്പുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നത്. ആ ഖബറോളം പൊക്കത്തിൽ ചാടി ബന്ധപ്പെടാൻ അറിയുന്ന ആള് എന്ന നിലയ്ക്കാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമല്ല, ജന്നത്തുൽ ബഖീഅയിൽ ഒരുപാട് ഖബറുകൾ കെട്ടിപ്പൊക്കിയത് നിങ്ങളിപ്പോൾ കാണാ കാഴ്ചകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. കിട്ടാത്തവരിഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യണം. അതുപോലെ ഒരുപാട് കിതാബുകളിൽ ജന്നത്തുൽ ബഖീഅന്റെ പൂർവ്വകാലത്ത് സഹാബത്തിന്റെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരുന്ന ഫോട്ടോ അടക്കം ഞങ്ങളുടെ കരങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ 2-3 നൂറ്റാണ്ടുകൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു സഊദുമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു അഫിലിയേഷൻ നടത്തുകയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുവാൻ ഇബ്നു സഊദ് വാക്ക് നൽകുകയും അങ്ങനെ സഊദി ഭരണകൂടം ഈ പ്രവർത്തനത്തിന് വേണ്ടി എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്തതിന്റെ പിന്നിലാണ് ഖബറുകൾ അടിച്ചു നിരത്തുകയും അതൊക്കെ തട്ടി നിരത്തുകയും അത്തരത്തിലുള്ള പരിപാടികളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തത്. ചുരുക്കത്തിൽ സഹാബ കിറാമിന്റെയും അതുപോലെ താബിഈങ്ങളുടെയും ഒക്കെ ഖബറുകൾ, സുപ്രധാനമായ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അത് ആദരിക്കപ്പെടേണ്ട ആളുകളുടെ ആദരവിന്റെ ഖദറനുസരിച്ച് ഖബറുകൾ കെട്ടിപ്പൊക്കുകയും കുബ്ബ കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് അനുഗുണമാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. പിന്നെ ഉറൂസ് പോലെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബ കിറാമിന്റെ ഖബർ സിയാറത്തുകൾ എല്ലാ ദിവസവും നിബിതങ്ങൾ ചെയ്യുന്നതിന്റെ പുറമെ വർഷം തികയുമ്പോൾ നിബിതങ്ങൾ പ്രത്യേകം ഒരു ഖബർ സിയാറത്ത്, ആണ്ട് സിയാറത്ത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു. അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അത് തുടരുകയും ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഖബർ കെട്ടിപ്പൊക്കുക, അത് ആണ്ട് നേർച്ചയായിട്ട് ഖബർ സിയാറത്ത് സംഘടിപ്പിക്കുക, അത്തരം കാര്യങ്ങളുമായി ജനങ്ങളെ സഹവസിപ്പിക്കുക, ബന്ധപ്പെടുത്തുക, ഇങ്ങനെ സാലിഹ്യങ്ങളുമായി ആളുകളെ അടുപ്പിക്കുക, ഇതെല്ലാം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ മുത്തഖീങ്ങളാകണമെങ്കിൽ നിങ്ങൾ സാലിഹ്യങ്ങളുമായി ബന്ധം വർദ്ധിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ആയത്തിന്റെ വിശദീകരണത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സാലിഹ്യങ്ങളുടെ ഖബറിൽ ബന്ധപ്പെടുകയും അത് ആണ്ടിലൊരിക്കൽ പ്രത്യേകമായി ബന്ധപ്പെടുകയും അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് അന്നദാനങ്ങളും മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും എപ്പോഴും പ്രാതിനിധ്യം നൽകുകയും ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണ വിതരണം നൽകുക. അത് മുജാഹിദിന് ഭയങ്കര അലർജിയാണ്. വിതരണം നൽകണമെന്ന് പറയാൻ ഭയങ്കര അലർജിയാണ്. നടക്കുന്നിടത്ത് പോയി വാങ്ങുന്നതിന് യാതൊരു അലർജി അവർക്കില്ല. പന്നി മാംസത്തെക്കാൾ നികൃഷ്ടമാണ് നേർച്ച ഭക്ഷണം എന്ന് വരെ എഴുതിവിട്ട, കൂസറില്ലാത്ത, തെളിവില്ലാത്ത, പ്രമാണമില്ലാത്ത, പേ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ സാധുക്കളെ അവർ വഞ്ചിച്ചു നിർത്തിയിരിക്കുകയാണ്. സമുദായം നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ആമ പോലെയുള്ള ഭക്ഷണ വിതരണ കാര്യങ്ങൾക്ക് ഉന്നതമായ പ്രോത്സാഹനം നൽകുകയും ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്തത് സഹാബത്തിന്റെയും മറ്റും കാലഘട്ടം മുതൽ തന്നെ ഇന്നും നിലനിന്നു വരുന്ന സദാചാരമാണ്. നേരത്തെ സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഈ കാലം അത്രയും പ്രവർത്തിച്ച് സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ഒക്കെ വിമർശിക്കാത്തത് ഇവരെന്തുകൊണ്ട് വിമർശിക്കുന്നു? നമുക്കും ചോദിക്കാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉന്നതമായി കെട്ടിപ്പൊക്കുകയും അനുഗ്രഹീതമാകുന്ന മഖ്ബറ അതിന്റെ ആദരവിന് പര്യാപ്തമായ രൂപത്തിൽ അലങ്കരിക്കുകയും ചെയ്തത് ഇമാം നബവി റളിയല്ലാഹു അൻഹു കാണുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രശംസനീയമായി ശറഹുൽ മുഹദ്ദിബിന്റെ മുഖദ്ദിമയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇമാം നബവിക്ക് തെറ്റല്ല എന്ന് മനസ്സിലായ, ശാഫിഈ ഇമാമിന്റെ മുഹിബ്ബീങ്ങൾക്ക് തെറ്റല്ല എന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇവർക്ക് തെറ്റാണെന്ന് മനസ്സിലായി പോയതിന് സമുദായം ഉത്തരവാദിയല്ല. സത്യസന്ധമാകുന്ന റിക്കാർഡുകളും പ്രമാണങ്ങളും വെച്ച് കിതാബുകൾ നോക്കി കാര്യം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് സൽവൃത്തരാകുന്ന ആളുടെ പാന്താവിലേക്ക് വരികയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഇത് മാത്രമാണ് ഇവിടെ മാർഗം, ഇത് മാത്രമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.